ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായി 7ാം തവണയാണ് RBI ബാങ്കിംഗ് നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ധനനയ സമിതി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഈ സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥ GDP നിരക്ക് 7%, ഉപഭോക്തൃ വിലസൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് 4.5%വുമാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബൂത്ത് തല കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മുനിസിപ്പൽ കമ്മീഷണർമാർക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെ മുനിസിപ്പൽ കമ്മീഷണർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നു. 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കശ്മീരിൽ നാളെയാണ് സൂക്ഷ്മ പരിശോധന. കേരളത്തിലെ 20 സീറ്റുകളടക്കം 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഈ മാസം 26-ന് വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി. 2,77,49,159 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ജനുവരി 22-ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് 6,49,833 വോട്ടർമാരുടെ വർധനവുണ്ട്. പട്ടികയിൽ 5,34,394 പേർ കന്നി വോട്ടർമാരാണ്. സംസ്ഥാനത്തെ CBSE, ICSE സ്കൂളുകൾക്ക് വെക്കേഷൻ ക്ലാസ് നടത്താൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. രാവിലെ 7:30 മുതൽ 10:30 വരെ വെക്കേഷൻ ക്ലാസുകൾ നടത്താൻ അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് അബ്ദുൾ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഗവൺമെന്റ് സ്കൂളുകളിൽ വെക്കേഷൻ ക്ലാസുകൾ ആവശ്യമെങ്കിൽ പ്രത്യേക ഉത്തരവിറക്കി ക്ലാസുകൾ നടത്താമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൌൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരള സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അന്വേഷണ റിപ്പോർട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കോടതിയുടെ തീർപ്പനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ICUവിൽ വെച്ച് കഴിഞ്ഞ വർഷം മാർച്ച് 18-ന് യുവതി പീഡനത്തിന് ഇരയായ സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. KSRTC ബജറ്റ് ടൂറിസം ഒരുക്കുന്ന അവധിക്കാല ട്രിപ്പുകൾക്ക് നാളെ തുടക്കമാകും. കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ ബോട്ടിംഗും കപ്പൽ യാത്രയും താമസവും ഉൾപ്പെടെയാണ് പാക്കേജ്. ദൂരവും സമയവും കണക്കാക്കി ട്രിപ്പുകൾക്ക് 450 രൂപ മുതൽ 1,830 രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തൃശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നെന്ന പരാതി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് അഭ്യർത്ഥന. AC-യുടെ ഉപഭോഗം കൂടിയതും രാത്രി വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും വൈദ്യുതി വിതരണ സംവിധാനത്തെ കാര്യമായി ബാധിച്ചതാണ് വൈദ്യുതി മുടക്കത്തിന് കാരണം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 13.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഹൈദരാബാദ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.